മഴ തോരും മുമ്പേ എന്ന കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം പ്രഭാതമാണ്. പൗലോസ് കിച്ചണിലെത്തുമ്പോഴേക്കും അലീന ചായ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അലീന ചായ കപ്പുകൾ ട്രെയിൽ അടുക്കി വെച്ചിട്ട് അയാളുടെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചായ ഒഴിച്ച് പൗലോസിൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ പൗലോസേട്ട ചായ. പക്ഷേ പൗലോസ് അലീനയുടെ ആ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അവളുടെ നേർക്ക് നോക്കിയതുമില്ല. പൗലോസേട്ട, ഈ കപ്പ് ചായ എടുക്ക്. എനിക്ക് വേണ്ട കുഞ്ഞെ. അല്ല, അതെന്താ വേണ്ടാത്തത്? പൗലോസേട്ടൻ ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പൗലോസേട്ട, ഇവിടെ നോക്കിയേ, എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. എന്നോട് ഇതിനെങ്ങനെ പിണങ്ങുന്നത്? നമ്മളൊന്നിച്ച് അടുക്കളയിൽ നിന്ന് പണിയെടുക്കേണ്ടവരല്ലേ. അപ്പോൾ പിണങ്ങി നടന്നാൽ എങ്ങനെയാണ്? എനിക്ക് പൗലോസേട്ടന് ഒരു പിണക്കവുമില്ല. സഹകരിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ പൗലോസേട്ട നല്ലത്. അതല്ലേ സന്തോഷം. അയാളൊന്നും മിണ്ടാതെ ഒരു സോസ്പാനിൽ വെള്ളം പിടിച്ച് സ്റ്റൗവിന്മേൽ വെച്ച് അലീന അത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഒരു കപ്പ് ചായ എടുത്ത് അയാളുടെ മുമ്പിൽ സ്ലാബിലേക്ക് വെച്ച് കൊടുത്തിട്ട് ട്രേയുമായി പോയി. അവതുകൊണ്ട് ചായന ആൻ്റപ്പനും രാജപ്പനും ബൈജുവിനും അലീന തന്നെയാണ് ചായ കൊണ്ട് കൊടുത്തത്. സ്റ്റാൻലി പുലർച്ചെ എഴുന്നേറ്റ് മോർണിംഗ് വാക്കിന് പോയിരുന്നു. അലീനയും ചായ കുടിച്ചു. തിരികെ അവൾ കിച്ചണിലേക്ക് എത്തിയപ്പോൾ പൗലോസിന് കൊടുത്ത ചായ അതേപടി ഇരിപ്പുണ്ട്. ആ സമയത്ത് പൗലോസ് വേറെ ചായ ഉണ്ടാക്കുവാൻ വേണ്ടി ചായപ്പൊടി ടിന്നിൽ നിന്ന് എടുത്ത് അതിൻ്റെ അടപ്പ് തുറക്കുന്നത് അവൾ കണ്ടു. അലീന ചോദിക്കുകയാണ്, ഇതെന്താ പൗലോസേട്ടാ ഇങ്ങനെ? പൗലോസ് ഒന്നും മിണ്ടാതെ സ്പൂൺ ഉപയോഗിച്ച് ടിന്നിൽ നിന്ന് ചായപ്പൊടി എടുത്ത് സോസ്പാനിലെ തിളച്ച വെള്ളത്തേക്ക് ഇടാൻ ഭാവിച്ചതും സ്പൂണിൽ ചെറിയൊരു പിടുത്തം വീണു. ഞാൻ ചോദിച്ച പൗലോസേട്ടൻ കേട്ടില്ലെന്നുണ്ടോ? പെട്ടെന്നൊന്ന്, അല്ലല്ല, ഇത് കൊള്ളാമല്ലോ. ഒരു ചായ കുടിക്കണമെന്ന് വെച്ചാൽ അതിനും അനുവാദം ചോദിക്കണോ? അത് പറയുമ്പോൾ അയാളുടെ മുഖത്തെ ദേഷ്യം അവൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിന് അലീന, വേണമല്ലോ, അനുവാദം തീർച്ചയായിട്ടും ചോദിക്കണം. ഞാനൊരു ചായ ഇട്ടുകൊണ്ട് തന്നതാണല്ലോ, അത് കണ്ടില്ലായിരുന്നോ? എനിക്ക് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ചായ ഇഷ്ടമല്ല. വായിക്ക് രുചിയായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കണം. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇനി അതൊന്നും നടക്കത്തില്ല. സ്വന്തം ഇഷ്ടത്തിന് ചായ കുടിക്കണമെങ്കിൽ പൗലോസേട്ടൻ സ്വന്തം വീട്ടിൽ പോയി ചായ ഉണ്ടാക്കി കുടി. അത് കേട്ടുകൊണ്ട് പൗലോസ് സ്പൂണിലുള്ള ചായ പൊട്ടി തിരികെ ടിന്നിലേക്ക് ഇട്ടു. അപ്പോൾ അലീന പറയുകയാണ്, മനസ്സ് യാതൊരു ശത്രുതയും വെച്ചുകൊണ്ടല്ല ഞാൻ ഈ കിച്ചണിലേക്ക് വന്നത്. പൗലോസേട്ടൻ എങ്ങനെയാണ് ഇത്രയും രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അത് കണ്ട് ചോദിച്ചും കണ്ടും പഠിക്കാം. എനിക്കറിയാവുന്ന ചില കറിക്കൂട്ടുകളൊക്കെ അങ്ങോട്ടും പറഞ്ഞുതരാം എന്നൊക്കെ വിചാരിച്ചാണ്. പൗലോസേട്ടനെ ജോലി സഹായിക്കുകയും ചെയ്യാമല്ലോ, ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് മത്സരിക്കാനാണെങ്കിൽ പൗലോസേട്ടൻ പെട്ടിയും കിടക്കൊക്കെ ചുരുട്ടി വെച്ചോ. 2-3 ദിവസം കൂടി ഞാൻ നോക്കും. പൗലോസിൻ്റെ മനോഭാവം എന്താണെന്ന് അലീന വളരെ ശാന്തസ്വരത്തിലാണ് സംസാരിച്ചതെങ്കിലും അതിൻ്റെ അർത്ഥം അയാൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അലീന കിച്ചണിൽ നിന്നും പോയി കഴിഞ്ഞ ശേഷം പൗലോസ് ബൈജുവിനെയും രാജപ്പനെയും കണ്ട് സംസാരിച്ചു. ഒടുവിലായി അയാൾ ഇങ്ങനെ പറഞ്ഞു, മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഉടനെ പോകുന്ന എനിക്ക് തോന്നുന്നത്. ഉടനെ ബൈജു പറയണേ, ഒരു കാരണവശാലും പൗലോസേട്ടൻ പോവല്ലേ. ആ പെണ്ണിൻ്റെ അടുത്ത് എന്തിനാണ് പൗലോസേട്ടൻ വഴക്കിന് നിൽക്കുന്നത്? അവൾ എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ വീണ്ടും പൗലോസ്, മുതലാളിയുടെ ഭാര്യയോ മക്കളോ വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കത് വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനാണോ? നമുക്കറിയാലോ മുതലാളിയുടെ ശരിക്കുള്ള മോളല്ലെന്ന്. കണ്ട അനാഥാലയത്തിലൊക്കെ ദരിദ്രവാസിയായിട്ട് ജീവിച്ചോളല്ലേ. കുറച്ച് കാലം എങ്ങാണ്ടൊക്കെ വീട്ടിൽ ഒലിക്കും ആണെന്ന് അറിഞ്ഞു. എന്നിട്ട് നമ്മുടെ അടുക്കൽ വന്ന് പത്രാസ് കാണിക്കുക. അപ്പോൾ ബൈജു വീണ്ടും ഉപദേശിക്കുകയാണ്, ദേ പൗലോസേട്ടാ, പെട്ടെന്നുള്ള വികാരത്തിനെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയി കളഞ്ഞില്ലേ, അത് മണ്ടത്തരവാ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എടാ ബൈജു, നീ അഞ്ചലിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലല്ലോടാ. കൊള്ളാം, അവർ വരും പൗലോസേട്ടൻ നോക്കിയോ, വരുമ്പോൾ ഒരു ബറ്റാലിയൻ പടങ്ങി വരും. അവളുടെ കുറ്റിയും പറിച്ചെടുക്കാതെ അവരിവിടുന്ന് തിരിച്ചു പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുവാൻ. അത് കേട്ടിട്ട് പൗലോസ് വല്ലാത്തൊരു വിഷാദത്തോടെ പറയാണ്, ആൻ്റപ്പനും കൂടെ നമ്മുടെ കൂടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. അത് നോക്കണ്ട, നീ പൊങ്ങുന്ന വെള്ളത്തിന് മീതെ നിൽക്കുന്നവനാ. എന്തായാലും പൗലോസേട്ടൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, മാർക്കറ്റിൽ പോകേണ്ട സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അടുക്കളയിലേക്ക് തിരികെ പോയി. 7 മണിയോടെ ബൈജു ജീപ്പ് ഇറക്കി. സാധനങ്ങളൊക്കെ വാങ്ങി അവർ തിരിച്ചെത്തിയപ്പോഴേക്കും 8 മണിയായി. ജീപ്പിൽ നിന്നും കിച്ചണിലേക്ക് സാധനങ്ങൾ ഇറക്കുമ്പോൾ അലീന അങ്ങോട്ടിരുന്നു. അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവയെല്ലാം വാങ്ങിയിട്ടുണ്ട്. പൗലോസേട്ടാ, ഇതെല്ലാം ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണോ, അതോ ഓരോരോ കടകളിൽ പറ്റുവരവാണോ? പൗലോസ് അലീനയുടെ മുഖത്തേക്ക് നോക്കാൻ പറയുകയാണ്. മാസം തോറും ബില്ല് തീർക്കുകയാണ്. ആ ബില്ല് ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ പൗലോസ് അലീനയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഇറച്ചിക്കടയിലും മീൻ കടയിലും ഒക്കെ ബില്ല് ഒന്നും തരത്തില്ല. പൗലോസ് പറയുന്ന രീതി കേട്ടുകൊണ്ട് രായപ്പൻ ബൈജു ഒന്ന് ചിരിച്ചു. എന്നാലും ഒരു തുണ്ടെങ്കിലും കുറച്ച് തരത്തില്ലേ? തുണ്ടല്ലോ കുഞ്ഞെ, പറ്റുബുക്ക് അതൊക്കെയുണ്ട്, അതിലാ കുറിക്കുന്നത്. എന്നിട്ട് എവിടെ കുറിച്ച പറ്റുബുക്ക്? ആ കടയിലാണ്.
അവരുടെ പറ്റൂക്ക് നമുക്ക് തന്നുവിടത്തില്ല. അപ്പോഴേക്കും ബൈജുവും രാജപ്പനും അടക്കി ചിരിച്ചു. അത് കണ്ടുകൊണ്ട് പൗലോസ് അവരുടെ മുഖത്തോട്ട് നോക്കി ചോദിക്കുകയാണ്, എന്തോന്നിനാണ് അക്കിളിക്കുന്നത്? അതിനുള്ള മറുപടി അലീനയാണ് പറഞ്ഞത്. പൗലോസ് ചേട്ടൻ പറയുന്നത് മുഴുവൻ തമാശയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ ചിരിച്ചത്. അല്ലെങ്കിൽ അവരങ്ങനെ ചിരിക്കുമോ? പൗലോസ് ചേട്ടാ, നമുക്ക് അക്കൗണ്ട് ബുക്ക് ഇല്ലേ? കടക്കാർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയാണ്? അതൊന്ന് കാണട്ടെ. പൗലോസ് ഉടനെ തന്നെ അലമാരിയുടെ മുകളിൽ നിന്നും നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ ഒരു ബുക്ക് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു. അലീന കൈ നീട്ടി അത് വാങ്ങിയിട്ട് തുറന്നു നോക്കി. താളുകൾ മറിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഇന്നത്തെ കണക്ക് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇന്ന് ബുക്ക് കൊണ്ടുപോയില്ല കുഞ്ഞെ. അതെന്താ മറന്നുപോയോ? വാങ്ങിച്ച സാധനത്തിൻ്റെ കണക്ക് എഴുതണ്ടേ വല്യസേട്ടാ? അവർ കുറച്ച് കഴിഞ്ഞ് ഒരു ഐറ്റം കൂടി അങ്ങ് എഴുതിയാലോ? കുഞ്ഞെ, എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോയാലോ? മറക്കുന്നതിന് മുമ്പ് ഞാൻ പറ്റുബുക്കിൽ കുറിച്ചോളാം. നാളെ തന്നെ കുറിപ്പിക്കാം. ആ ശരി. അല്ല, ഇന്നലെ വല്ലതും വാങ്ങിയായിരുന്നോ? ആ, വാങ്ങിച്ചു. എന്നിട്ട് അത് പറ്റുബുക്കിൽ കുറിച്ചോ? ഇല്ല. അതെന്ത് പറ്റി? മറന്നുപോയി. എല്ലാം കൂടി ഒരുമിച്ച് കുറിപ്പിക്കാമെന്ന് വെച്ചു. ശരി. അപ്പോഴേ ഇനി മേലാൽ പറ്റുബുക്കിൽ കുറിപ്പിക്കാതെ ഒരു മുട്ടുസൂചി പോലെ ഇവിടെ വാങ്ങല്. മറന്നുപോയാൽ തിരിച്ച് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയി വീണ്ടും കുറിപ്പിച്ചോണം. അതെ, 3 പേരോടും കൂടിയായി പറയുന്നത്. അലീന 3 പേരെയും മാറി മാറി നോക്കി. അപ്പോഴേക്കും അവധുകുട്ടിച്ചാൻ അവിടേക്ക് വന്നു. എന്താ മോളെ, ഇവിടെ വീണ്ടും പ്രശ്നമായോ? ഒന്നുമില്ല വല്യപ്പച്ചാ, ഇവർ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ കണക്ക് ചോദിക്കുകയായിരുന്നു. ഈ അരി എത്രയാണ്? പൗലോസ് ചേട്ടാ, അത് 50 കിലോയാണ്. പഞ്ചസാരയോ? 10 കിലോ. ഒരു മിനിറ്റ്, ഞാനിപ്പം തന്നെ വരാവേ. അലീന പോയി പേനയും കടലാസും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഓരോ ഐറ്റത്തിൻ്റെയും തൂക്കവും വിലയും കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ. പൗലോസ് ഓരോ സാധനത്തിൻ്റെയും തൂക്കവും വിലയും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവധുകുടിച്ചനാണെങ്കിൽ ആകാംക്ഷയോടെ അത് നോക്കി തന്നെ ഇരിക്കുകയാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ. അലീന അത് കൈയോടെ പിടിച്ചു കാണും എന്ന് അദ്ദേഹം ഊഹിച്ചു. എല്ലാം കുറിച്ചെടുത്ത ശേഷം അലീന ബൈജുവിനോട് ആവശ്യപ്പെടുകയാണ്, ബൈജുവിൻ്റെ ഒരു ഫോൺ ഓഫാക്കിയിട്ട് ഇനി തന്നേ. അവനൊന്നും മടിച്ചെങ്കിലും കൊടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു. രാജപ്പൻ്റെയും ബൈജുവിൻ്റെയും മൊബൈൽ ഫോണുകൾ അവൾ വാങ്ങി ഓഫ് ചെയ്ത് അരഭിത്തിയുടെ മേൽ വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ സാധനങ്ങളെല്ലാം തിരിച്ച് ജീപ്പിലോട്ട് കയറ്റിക്കോ. ഞാൻ പറയാതെ ഫോൺ പോലും എടുത്തേക്കല്ല്. സാധനങ്ങളുടെ ലിസ്റ്റും വിലയും തൂക്കവും കുറച്ച് കടലാസുമായി അലീന വാതിൽ നിന്ന് കടന്നുപോയി. അത് കണ്ടുകൊണ്ട് അവധുകുട്ടിച്ചാൻ 3 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, വല്ല കള്ളത്തരമൊക്കെ കാണിച്ചോണ്ടാ? ഞങ്ങളൊരു കള്ളത്തരവും കാണിച്ചില്ല. പറ്റുമൊക്കെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അതിൽ കുറിച്ചില്ല. അതിൻ്റെ പേരിലായി കൊച്ചിൻ്റെ ഈ ഇളക്കം. നീ അവളോട് പറഞ്ഞ കണക്കെല്ലാം കൃത്യമാണോടാ? പിന്നല്ലാതെ നുണ പറയേണ്ട കാര്യം എനിക്കെന്താ? അല്ലെങ്കിലും കടയിലെ പറ്റു തീർക്കുന്ന മുതലാളി നേരിട്ടല്ലേ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒന്നും കാണാതെ അവളിങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഏതാനും മിനിറ്റിനുള്ളിൽ അലീന ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് മടങ്ങിയെത്തി. രാജപ്പനും ബൈജുവും കൂടി സാധനങ്ങൾ തിരിച്ച് ജീപ്പിൽ കയറ്റി കഴിഞ്ഞു. അവധുകുട്ടിച്ചാൻ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പോവാ മോളെ? വല്യപ്പച്ച ഇതെല്ലാം വാങ്ങിയെടുത്ത് കൊണ്ടുപോയി തൂക്കി നോക്കണം. ഈ അരി കണ്ടിട്ട് 50 കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കടക്കാർ പറ്റിച്ചതാണോ എന്നും അറിയണ്ടേ? അപ്പോൾ പൗലോസേട്ടൻ പറയുകയാണ്, അയ്യോ കുഞ്ഞെ, അരി 40 കിലോയേ ഉള്ളൂ. ആഹാ, 50 കിലോ ആണെന്ന് അങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞത്. 10 കിലോ എവിടെ പോയി? അത് മിനഞ്ഞാന്ന് വാങ്ങിയതാ. അതും കൂടി ചേർത്ത 50. അത് ശരി. അപ്പോൾ മിനഞ്ഞാന്ന് വാങ്ങിച്ചതും പറ്റുബുക്കിൽ കുറിച്ചിട്ടില്ല അല്ലേ? ഇല്ല, മറന്നുപോയി. അലീന പെട്ടെന്ന് പറ്റുബുക്കിൻ്റെ പേജുകൾ മറിച്ചു നോക്കി. പലവ്യഞ്ജനക്കാരുടെ പേജുകൾ പൗലോസ് കാട്ടിക്കൊടുത്തു. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ശേഷം അലീന ചോദിക്കുകയാണ്, അല്ല, ഇത് 2-3 ദിവസം മുമ്പ് 30 കിലോ അരി വാങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് മിനഞ്ഞാന്ന് 10 കിലോ കൂടി വാങ്ങിയത്? അത് പിന്നെ കുഞ്ഞെ, കടയിൽ ചെന്നപ്പം അരി തീർന്നെന്നോ ഇല്ലയോ എന്നൊരു സംശയം. അതുകൊണ്ട് അന്നേരം വാങ്ങിയതാണ്. അത് ശരി. പൗലോസ്, അരി എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഒന്ന് കാണട്ടെ. പൗലോസിൻ്റെ മുഖം വല്ലാതെ വിളറി വെളുത്തു. അത് കണ്ടുകൊണ്ട് അവധുകുട്ടിച്ചാൻ ആക്രോശിക്കുകയാണ്, അങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ. നീ എന്താ കിടന്ന് പരുങ്ങുന്നത്? വാസ്തവത്തിൽ അടുക്കളയിൽ നടക്കുന്ന ഈ കളി കണ്ട് അവധുകുട്ടിച്ചാൻ ഹരം പിടിച്ചു തുടങ്ങിയിരുന്നു. പൗലോസ് അലീനെ അരി സൂക്ഷിക്കുന്ന വലിയ അലുമിനിയം കൊട്ടം കാണിച്ചു കൊടുത്തു. അതിൽ 5-4-5 കിലോ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് അലീന പൗലോസിൻ്റെ മുഖത്തോട് ചോദിക്കുകയാണ്, 5 ദിവസത്തിനുള്ളിൽ 30ഉം 10ഉം ചേർത്ത് 40 കിലോ അരി വാങ്ങി. ഇനി 5 കിലോ അരി അങ്ങേയറ്റം ബാക്കിയുണ്ടാവും. ബാക്കി 35 കിലോ. ഈ 35 കിലോ അരി നമ്മൾ 7 പേർക്കും 5 ദിവസം കൊണ്ട് തീർത്തോ? ഞാൻ 2 ദിവസം ഉപവാസമായിരുന്നല്ലോ. വല്യപ്പച്ചൻ 2 നാൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആരായി? എൻ്റെ പപ്പയാണ് ഇവിടുത്തെ ഭീമസേനൻ. പൗലോസിൻ്റെ മുഖം വീണ്ടും വിളറി. മറുപടി ഒന്നും പറയാനില്ല. പൗലോസ് ചേട്ടൻ, എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും പറയൂ. അരി വാങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആരെങ്കിലും മോട്ടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. മോഷണം നടന്നു എന്നറിഞ്ഞാൽ ആ വിവരം പഴപ്പായി അറിയിക്കണ്ടേ?
പോലീസ് ചേട്ടാ, അത് പിന്നെ കുഞ്ഞെ, അത് അറിയിക്കാതിരുന്നാൽ അത് മോഷണം പോയതെന്നുള്ള കാര്യത്തിൽ തീർച്ചയൊന്നുമില്ലല്ലോ. പോലീസ് ചേട്ടാ, വീണെടുത്തിരുന്ന ഉരുളല്ലേ. കഴിഞ്ഞൊക്കെ പോട്ടെ, നമുക്ക് മാർക്കറ്റിൽ എന്തായാലും പോയിട്ടൊന്ന് വരാം. പൗലോസ് ബൈജുവിൻ്റെയും രാജപ്പൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പം അവതുകൊട്ടിച്ചാൻ പറയാണ്, എന്താണ് മടിച്ചു നിൽക്കുന്നേ, ചെന്ന് ജീപ്പിലോട്ട് ചെന്ന് കയറടാ. പൗലോസ് ജീപ്പിൽ ചെന്ന് കയറി. അപ്പോൾ അലീന, രായപ്പൻ ചേട്ടനും ബൈജുവും കൂടി കയറിക്കോ, ഫോൺ ഇവിടെ ഇരിക്കട്ടെ, അത് കയ്യിലുണ്ടെങ്കിലേ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കണമെന്നൊക്കെ ഒന്ന് തോന്നും, അതുകൊണ്ട് നമുക്ക് വന്നിട്ട് ഓൺ ചെയ്യാം. അത്രയും കേട്ടപ്പോൾ അതുകൂട്ടി ഞാൻ ഉത്സാഹത്തോടെ പറയാണ്, മോളെ ഞാനും കൂടെ വരുന്നു. ഇത് പറഞ്ഞിട്ട് വേഗം മുറിക്കകത്ത് ഓടിപ്പോയി മുണ്ടും ഷർട്ടും മാറി വന്നു. ജീപ്പ് കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോയി. ടൗണിലെത്തിയപ്പോൾ അലീന വീണ്ടും നിർദ്ദേശിക്കുകയാണ്, ആ കട ഒന്ന് കാണിച്ചെന്നാൽ മതി, ആരും വണ്ടി ഇറങ്ങണ്ട, ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി. തുടർന്നവൾ അവതുകുട്ടിച്ചാനെയും കൂട്ടി കടയിലേക്ക് കയറിപ്പോയി. അവതുകുട്ടിച്ചാൻ ഇട്ട് പറയുകയാണ്, ജോലിക്കാർ വന്ന് സാധനം മേടിച്ചപ്പം കുറിക്കാൻ വിട്ടുപോയി, ഇതൊന്ന് കുറിച്ചേക്ക്. കടയുടമ അയാളുടെ അക്കൗണ്ട് ബുക്ക് എടുത്ത് അതിൽ നിവർത്തി അതിൽ കുറിച്ച് വെച്ചിരുന്നത് പകർത്തി എഴുതാൻ തുടങ്ങി. പറ്റുബുക്ക് തിരികെ കിട്ടിയപ്പം അലീന അത് പരിശോധിച്ചു. അരി 55 കിലോ, പഞ്ചസാര 12 കിലോ, മൈദ 10 കിലോ, ആട്ട 10 കിലോ, വെളിച്ചെണ്ണ 7 കിലോ, ഇങ്ങനെ നീളുകയാണ് ലിസ്റ്റ്. അത് കണ്ടിട്ട് അലീന കടമുതലാളികളെ ചോദിക്കുകയാണ്, ഇതെല്ലാം ഇന്നേ ദിവസം വാങ്ങിയതാണോ അതോ ഇതെന്ന് വാങ്ങിയതാണ്, പഴയത് വല്ലതും ഉണ്ടോ എന്ന് കുറിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ബുക്ക് അന്നന്ന് തന്നെ കുറിക്കും, എന്താ ഒരു സംശയം പോലെ? ആ, സംശയമുണ്ട്, അത് തീർക്കാൻ തന്നെയാണ് വന്നത്. അലീന കടയിൽ നിന്നിറങ്ങി ജീപ്പിനടുത്തേക്ക് പോയി. അപ്പോൾ കടമുതലാളി ഒതുകൊടിച്ചാണ്ട് ചോദിക്കുകയാണ്, ഏതാ അച്ചായ പെങ്കൊച്ച്? അത് സ്റ്റാൻലിയുടെ മോളാണ്, ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരി. അല്ല, എന്നെ കണ്ടിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും വെച്ച്? പരിചയം തോന്നുന്നുണ്ട്, പക്ഷേ ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. ആ, ഞാൻ സ്റ്റാൻലിയുടെ അപ്പനാ. ഈ സമയത്ത് ബൈജുവും രാജപ്പനും പൗലോസും ചേർന്ന് അരിച്ചാക്കും മറ്റു സാധനങ്ങളും ജീപ്പിൽ നിന്ന് ഇറക്കി കടയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് കടയുടമ അന്തം വിട്ടുപോയി. അപ്പോൾ അവതുകുട്ടിച്ചാൻ പറയാണ്, തൂക്കം തെറ്റിയോ എന്നൊരു സംശയം, ഒന്നുകൂടെ തൂക്കി നോക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ആദ്യം അരിച്ചാക്ക് തൂക്കി 35 കിലോ, പഞ്ചസാര 7 കിലോ, മൈദ 7 കിലോ, ആട്ട 7 കിലോ, വെളിച്ചെണ്ണ 1/2 കിലോ. ഉടനെ അലീന ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെയാണ് തൂക്കം കുറഞ്ഞു പോയത്? പറ്റുബുക്കിലെ തൂക്കമൊന്നും ഇല്ലല്ലോ. കടയുടമ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു, ഞാനിവിടെ കൃത്യമായിട്ട് തൂക്കിക്കൊടുത്ത് തന്നെയാണ് വിട്ടത്. തൂക്കം കുറഞ്ഞെങ്കിൽ അത് എൻ്റെ കുറ്റമൊന്നുമല്ല. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടു ജോലിക്കാർ അതിൽ നിന്നും കുറച്ച് അടിച്ചു മാറ്റി കാണും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് കുടഞ്ഞിട്ടേക്കാം. അവതുകുട്ടിച്ചാൻ പെട്ടെന്ന് കോപത്തോടുകൂടി പറയുകയാണ്, അങ്ങനത്തെ ചെറ്റത്തരമൊന്നും കാണിക്കുന്നവരല്ലടാ ഞങ്ങൾ. അപ്പോൾ കടക്കാരൻ വീണ്ടും, ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. സാധനം വാങ്ങിച്ചിട്ട് കുറവുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അറിയിക്കണം, വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വന്നല്ല പറയേണ്ടത്. അവതുകുട്ടിച്ചാൻ കാലി അങ്ങോട്ട് കയറുകയാണ്. അയാൾ ചോദിക്കുകയാണ്, താൻ എന്നെ വർത്തമാനമായി പറയുന്നത്? 12 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഞങ്ങളിങ്ങോട്ട് വരുന്നത്? അരമണിക്കൂർ മുമ്പല്ലേ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നത്? അപ്പോൾ അലീന പറയുകയാണ്, ചേട്ടാ, മറ്റു കടയിലുള്ളതിനേക്കാൾ 10% വില കൂട്ടിയാണ് നിങ്ങൾ സാധനത്തിന് എടുക്കുന്നത്. ഞാൻ ഈ വിലയ്ക്കാണ് വിൽക്കുന്നത്, അതിന് മനസ്സുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. പുണ്യത്തിനല്ല ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത്. ഓ, അത് ശരി. പക്ഷേ ഇതിൻ്റെ പേര് കച്ചവടമൊന്നല്ല ചേട്ടാ, കപടമെന്നാണ്. ഈ വിവരം ഞാൻ പപ്പയോട് പറഞ്ഞാൽ നിങ്ങളുടെ കള്ളത്തരമൊക്കെ പൊളിക്കുവാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കള്ളക്കണക്ക് എഴുതിയതിന് പോലീസിനോട് സമാധാനം പറയേണ്ടി വരും. അതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോവുകയാണ്. കടയുടമ ശബ്ദിച്ചതേയില്ല. തുടർന്ന് അലീന അവതുകൊട്ടിച്ചാനെയും കൂട്ടി ജീപ്പിനടുത്തേക്കെത്തി സാധനങ്ങളെല്ലാം ജീപ്പിനുള്ളിലാക്കി. എന്നിട്ട് പൗലോസിൻ്റെ മുഖത്തോട്ട് നോക്കി വീണ്ടും ചോദിക്കുകയാണ്, പൗലോസ് ചേട്ടാ, ഇറച്ചിക്കടയിലും മീൻകടയിലും പച്ചക്കറിക്കടയിലും ഒക്കെ ഞാനൊന്ന് പോയി നോക്കണോ? പൗലോസിന് മിണ്ടാട്ടമില്ല. അലീന പറയാണ്, വേണ്ട, തിരിച്ചു പോകാം. പക്ഷേ അവതുകുട്ടിച്ചാൻ വിടാൻ പാവമില്ല. അയാൾ ചോദിക്കുകയാണ്, ഇതൊക്കെ കൂടെ തൂക്കി നോക്കണ്ടേ മോളെ, വിലയും ചോദിക്കണ്ടേ? വേണ്ട വല്യപ്പച്ച, കാര്യം എന്താണെന്ന് നമുക്ക് പിടികിട്ടിയില്ലേ. ജീപ്പ് തിരിച്ചു വിട്. അങ്ങനെ ജീപ്പ് തിരികെ ബംഗ്ലാവിലേക്ക് എത്തി. സാധനങ്ങളെല്ലാം ഇറക്കി പാതി ചത്തുപോലെ നിൽക്കുകയാണ് പൗലോസും ബൈജുവും രാജപ്പനും ഒക്കെ. 3 പേരുടെ മുഖത്തേക്ക് മാറി മാറി അലീന നോക്കിയിട്ട് ചോദിക്കുകയാണ്, കടക്കാരുമായിട്ടുള്ള ഒത്തുകളിയായിരുന്നല്ലേ എല്ലാം? പൗലോസ് ചേട്ടൻ പറ, എങ്ങനെയാണ് നിങ്ങളിതൊക്കെ പങ്കിടുന്നത്? കടക്കാർക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് എത്ര കിട്ടും? പൗലോസ് തലയാഴ്ത്തി നിൽക്കുകയാണ്. അലീന മാറിൽ കൈകൾ പിണച്ചു കെട്ടി, എൻ്റെ പപ്പയുടെ മുതൽ കൊള്ളയടിച്ച് വീതം വെച്ചത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത്. അവളുടെ ഒച്ച ഉയർന്നു. പൗലോസ് മിണ്ടുന്നില്ല. ഓ, ഇനിയിപ്പോൾ ഇതൊക്കെ പപ്പ തന്നെ നേരിട്ട് ചോദിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പപ്പയെ വിളിക്കാം. പെട്ടെന്ന് ബൈജു പറയുകയാണ്, 1/3 കടൽക്കാർക്കാണ്, ബാക്കി ഞങ്ങൾക്ക്. അത് ശരി, നിങ്ങളുടെ വീതം ആരാ തരുന്നേ? കടക്കാർ തരും. ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും? സത്യസന്ധമായിരിക്കണം പറയുന്നത്. എനിക്കൊരു കണക്കുണ്ട്. ആ ചോദ്യം രായപ്പൻ ചേട്ടനുണ്ടായിരുന്നു.
3-4 രൂപ കിട്ടും. 3-4 രൂപ എന്ന് വെച്ചാൽ അതെന്താ കണക്കാ? എന്നാൽ പിന്നെ 3-4, 5, 6, 7 രൂപ കിട്ടും എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതെ, മാസം ഒരു 15,000 രൂപ കിട്ടും. അത് ഞങ്ങൾ പങ്കിട്ടെടുക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അതിന് ബൈജുവാണ് മറുപടി പറഞ്ഞത്. ഞാനും പൗലോസ് ചേട്ടനും രായപ്പൻ ചേട്ടനും. അല്ല, ഈ ആൻ്റപ്പൻ ചേട്ടനിൽ പങ്കൊന്നുമില്ലേ? വല്ലപ്പോഴും ഒരു പൈൻറ്റ് വാങ്ങി കൊടുക്കും. പൈൻറ്റെന്ന് വെച്ചാൽ അതെ, അരക്കുപ്പി ബ്രാൻഡിയാണ്. അതെന്താ അരക്കുപ്പി ബ്രാൻഡികൾ നിർത്തിയത്? ആര് കണ്ടാലും കണ്ടില്ല എന്ന് വിചാരിച്ച് നടക്കുന്നതിനാണ്. പൗലോസ് ചേട്ടൻ എൻ്റെ അപ്പനാകാനുള്ള പ്രായമുണ്ട്. എന്നാലും ഇതുവരെ നടത്തിയ പ്രകടനം വെച്ച് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമല്ലേ പൗലോസ് ചേട്ടാ? എങ്ങനെ എൻ്റെ പപ്പയുടെ മുതൽ നശിപ്പിക്കുക എന്നുള്ളതിന് ഗവേഷണം അതല്ലേ ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് ദേഷ്യവും. അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ചിട്ടും പിന്നെയും പട്ടിക്കാണ് മുറുമുറുപ്പ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ദൂരെ മാറി ഇതെല്ലാം ഈ രംഗങ്ങളെല്ലാം വീക്ഷിക്കുകയാണ്. അരിനെ തന്നെയാണ് അയാളുടെ ശ്രദ്ധ മുഴുവനും. അവൾ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ടും അയാൾക്ക് മതി വരുന്നില്ല. വീണ്ടും അലീന ആ കഴിഞ്ഞൊക്കെ പോട്ടെ, ഇനി ഇത് മേലെ ഇത് ആവർത്തിച്ചേക്കരുത്. ബൈജുവിന് പെട്രോളും ഡീസലും റിപ്പയറിങ്ങിനും ഒക്കെ ആയിട്ട് മാസപ്പടി എത്ര രൂപ കിട്ടും അതും കൂടി ചേർത്താണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പെട്രോളും ബില്ലും ഓടിയ കിലോമീറ്ററും പോയ സ്ഥലവും കൃത്യമായിട്ട് കുറിച്ച് എന്നെ കാണിക്കണം. കള്ളത്തിലൊന്നും പറ്റില്ല. ശമ്പളം കുറവാണെന്ന് ചോദിച്ചോണം, വാങ്ങിച്ചോണം. ഞാനും വേണമെങ്കിൽ പപ്പയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം. ഇതൊന്നും സമ്മതമല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണക്ക് തീർത്ത് ബാക്കി ശമ്പളവും വാങ്ങി പോകേണ്ടവർക്ക് അങ്ങ് പോകാം. ഇത്രയും പറഞ്ഞിട്ട് അലീന തിരികെ അവളുടെ മുറിയിലെത്തി. എന്നിട്ട് അവൾ ആൻ്റപ്പൻ ചേട്ടനെ ഉറക്കെ വിളിച്ചു. ആൻ്റപ്പൻ അവളുടെ മുറിയിലെത്തി. ആൻ്റപ്പൻ ചേട്ടൻ ഒന്ന് കണ്ണടച്ചേ. എന്തിനാ മോളെ? കണ്ണടയ്ക്കേ, ഞാൻ പറയാം. അയാൾ കണ്ണടച്ചു. ഇനി കണ്ണും തുറന്നേ. ആൻ്റപ്പൻ കണ്ണ് തുറന്നു. അലീന 200 രൂപ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അയ്യോ, ഇതെന്തിനാ മോളെ? ആൻ്റപ്പൻ കണ്ണ് വീഴ്ച നിൽക്കുകയാണ്. എന്തിനാന്നോ? ഇത് പൈൻറ്റ് മേടിക്കാൻ കണ്ടിട്ടും കാണാത്ത മട്ടിൽ കണ്ണടയ്ക്കുന്നതിനും പൗലോസ് ചേട്ടനും കൂട്ടരും ഇടയ്ക്കിടയ്ക്ക് പൈൻറ്റ് മേടിച്ച് തരാറുണ്ടല്ലോ, ഇല്ലേ? ആൻ്റപ്പൻ ചേട്ടൻ ഒരു നിമിഷം കൊണ്ട് വെളുത്തുപോയി. പൈൻറ്റിൻ്റെ വിലയൊന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. തികഞ്ഞില്ല എങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കണ്ണടച്ചാൽ മതി. ഒരിക്കലും അവരോട് വാങ്ങിക്കരുത്. ആൻ്റപ്പൻ ചേട്ടൻ സപ്തനാടികൾ തളർന്നുപോയി. എൻ്റെ കുഞ്ഞെ, മനഃപൂർവ്വമല്ല, അവർ നിർബന്ധിച്ച്. വേണ്ട, വിശദീകരണം ഒന്നും കൂടുതൽ പറയണ്ട. മോളെ കേണൽ സാഹിബിനോട് പറയല്ലേ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആൻ്റപ്പൻ ചേട്ടൻ എങ്ങനെ തോന്നി? ആൻ്റപ്പൻ ചേട്ടാ എൻ്റെ പപ്പയോട് ഇങ്ങനെ ചെയ്യാൻ? ആൻ്റപ്പൻ ചേട്ടൻ എന്തൊരു വിശ്വാസം പപ്പായിക്ക്. പപ്പയുടെ വലങ്കയില്ലായിരുന്നോ ആൻ്റപ്പൻ ചേട്ടൻ? എന്നിട്ടും എൻ്റെ പപ്പായെ പറ്റിക്കാൻ കൂട്ടുന്നല്ലോ. കഷ്ടം. വിശ്വസിക്കുന്നതിനെ ഇങ്ങനെ ചതിക്കല്ലേ ആൻ്റപ്പൻ ചേട്ടൻ. ഇതിനേക്കാൾ വലിയ പാപം വേറെയില്ല. ഇത്ര ഞാൻ തൽക്കാലം പറയത്തുള്ളൂ. ആൻ്റപ്പൻ ചേട്ടൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട് അലീന പൊക്കോ, ഇനി ഞാൻ ആരോടൊന്നും പറയത്തില്ല. ആൻ്റപ്പൻ ചേട്ടൻ കണ്ണ് തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നീട് അവതെക്കുറിച്ച് ഞാൻ അലീനോട് ചോദിച്ചു. ലാൽച്ചൻ്റെ ഇതൊക്കെ പറയണ്ടേ മോളെ? അവന്മാർ കാണിച്ച തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അവൻ അറിയണ്ടേ? വേണ്ട വല്യപ്പച്ച, നമുക്ക് ഒരു തവണ ക്ഷമിക്കാം. ഇതൊക്കെ ക്ഷമിക്കാൻ കൊള്ളാവോ മോളെ? തെറ്റ് ചെയ്തവർ മാത്രമല്ല വല്യപ്പച്ച കുറ്റക്കാർ. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നവരും കുറ്റക്കാരല്ലേ? പണ്ടാരപ്പെട്ടി തുറന്നു വെച്ചിരുന്നാൽ ഭഗവാനും കൈയിട്ടുവാരോ എന്നല്ലേ ചൊല്ല്. അലീനയുടെ വർത്തമാനം കേട്ട് അവതോട്ടിക്കാന അവളുടെ മുഖത്തേക്ക് തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നുപോയി. മഴ തോരും മുമ്പ് എന്ന മനോഹരമായ ഈ പരമ്പരയിൽ വീണ്ടും പ്രതീക്ഷിക്കാത്ത ഗംഭീര ട്വിസ്റ്റുകൾ വരാൻ പോവാണ്. അതുകൊണ്ട് തുടർന്ന് കാണുവാനായിട്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.